ജില്ലയിലെ കാർഷിക മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമെന്ന് കർഷകർ. പാടശേഖരത്ത് ജനങ്ങൾ കൃഷി ഇറക്കാത്തത് വന്യമൃഗ ശല്യം മൂലമെന്ന് നെൽകർഷകർ പറയുന്നു. വന്യമൃഗങ്ങളെ തുരത്തുവാൻ കർഷകർക്ക് വനം വകുപ്പിനെ ഭയപ്പെടണമെന്നും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ കർഷകർക്ക് സഹായമൊന്നും ലഭിക്കുന്നില്ലെന്നുമാണ് കർഷകരുടെ ആരോപണം. ജില്ലയിലെ കാർഷിക മേഖലയ്ക്ക് വന്യമൃഗങ്ങൾ വെല്ലുവിളിയാണെന്നാണ് കർഷകരുടെ പരാതി. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണാത്ത പക്ഷം കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും കർഷകർ പറയുന്നു. പാടശേഖരത്ത് ജനങ്ങൾ കൃഷിയിറക്കാത്തത് വന്യമൃഗങ്ങളുടെ ശല്യം ഭയന്നാണെന്നും നെൽകർഷകർ പറയുന്നു. കാട്ടുപന്നി, കാട്ടുപോത്ത്, മ്ലാവ് തുടങ്ങിയ വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുകയാണ്. വന്യമൃഗങ്ങളെ തുരത്താൻ കർഷകർ നടപടി സ്വീകരിച്ചാൽ വനം വകുപ്പിന്റെ ജനവിരുദ്ധ നടപടി നേരിടേണ്ടിവരുമെന്നും വനം വകുപ്പ് വന്യമൃഗങ്ങളെ തുരത്തി കൃഷിയെ സംരക്ഷിക്കാൻ നിസ്സംഗത കാട്ടുകയാണെന്നുമാണ് കർഷകരുടെ പരാതി. നമ്മുടെ പാടശേഖരത്ത് ആരും കൃഷി ചെയ്യാത്തതിന്റെ കാരണം വന്യമൃഗങ്ങളുടെ ശല്യമാണ്. അതിരൂക്ഷമായ കാട്ടുപന്നിയുടെ ശല്യവും മറ്റു കാട്ടുപോത്ത്, മ്ലാവ് എന്നീ മൃഗങ്ങൾ ഇവിടെ കടന്നു വരുന്നുണ്ട്. എന്നാൽ അതിനെ അതിനെ തുരത്താൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഫോറസ്റ്റുകാരുടെ ശല്യം ഉണ്ടാകും. അവരോട്ട് ഓടിക്കുകയില്ല. ഗവൺമെന്റിൽ നിന്ന് അവരെ ഈ വന്യമൃഗങ്ങളെ മാറ്റുന്നതിനുള്ള യാതൊരുവിധ സംവിധാനങ്ങളും ഗവൺമെന്റ് ഉണ്ടാക്കുന്നുമില്ല. ഞങ്ങൾക്ക് കൃഷി നഷ്ടപ്പെട്ടു പോയാൽ അതിന് ധനസഹായം തരുന്നുമില്ല. അതോടൊപ്പം സർക്കാരിൽ നിന്നും സഹായങ്ങളും ലഭ്യമല്ലെന്നും കർഷകർ പറയുന്നു. കർഷകർക്ക് കൈത്താങ്ങാകുവാൻ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഒരു സഹായവും ലഭ്യമല്ലെന്നാണ് പരാതി. വന്യമൃഗങ്ങളെ കാട്ടിലേക്ക് തുരത്തി കൃഷിയെ സംരക്ഷിക്കുവാൻ വേണ്ട പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.